കുട്ടിക്കാലത്തെ ചില ദിവസങ്ങളിൽ സ്കൂൾ വിട്ട് അവശനായി വീട്ടിലെത്തുമ്പോൾ വെല്ലുമിച്ച് തയ്യാറാക്കുന്ന ഒരു പ്രത്യേക വിഭവമുണ്ട്. ഒരു അസാമാന്യ ടേസ്റ്റുള്ള ആ വിഭവത്തിന് വെല്ലുമിച്ച് ഇട്ടിരിക്കുന്ന പേര് എട്ടങ്ങാടി പുഴുക്കുന്ന. കാന്താരി ചട്നിയുടെ കൂടെ വെല്ലുമിച്ച് അത് വിളമ്പി തരുമ്പോൾ അത് രൂപപ്പെട്ടതിന്റെ കഥ പറഞ്ഞു തരും. പണ്ടുകാലത്ത് മലബാറിലേക്ക് കുടിയേറിയ സമയത്ത് മക്കൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ വെല്ലുമിച്ച് പറമ്പിലേക്ക് ഇറങ്ങി കയ്യിൽ കിട്ടുന്ന കപ്പയും കാച്ചിലും ചേമ്പും വാഴയ്ക്കയും വാഴപ്പിണ്ടിയും കൈ കിട്ടുന്ന പച്ചക്കറികളെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നിച്ചൊരു പുഴുക്കുണ്ടാക്കി വാഴയിലയിൽ വിളമ്പുമായിരുന്നു. ഇപ്പോഴും നാവിൽ അതിന്റെ രുചി ഉള്ളതുകൊണ്ടായിരിക്കണം ഞാൻ വർക്ക് ചെയ്ത ചില സ്ഥാപനങ്ങളിലും ഞാൻ സ്വന്തമായി തുടങ്ങിയ സ്ഥാപനത്തിലും അതുപോലെ തന്നെ പരിഷ്കരിച്ച രീതിയിലുള്ള ഒരു പുഴുക്കുണ്ടാക്കാൻ ശ്രമം നടത്തി. നല്ല നെയ്യിൽ താളിപ്പൊക്കെ ഉണ്ടാക്കി മേലെ വിതറി ഒഴിച്ചിട്ടും വെല്ലുമിച്ച് ഉണ്ടാക്കിയ പഴയ പുഴുക്കിന്റെ രുചി വന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, പഴയ രുചി മാത്രമല്ല പഴയ വിശപ്പും കഥ പറഞ്ഞുള്ള വെല്ലുമിച്ചയുടെ വിളമ്പിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ രുചി തിരിച്ചറിയാൻ കഴിയൂ എന്ന്. ഓരോ രുചിയും ഇഷ്ടപ്പെടാൻ ഓരോ കാരണമുണ്ടാകുമല്ലേ. സന്തോഷം നിറയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ ഷെഫ് എമിൽ ഫിലിപ്പ്.